Okay, so in today, we'll see about the differential elements in spherical coordinates, and then a numerical problem where we are converting a Cartesian coordinate to both cylindrical and spherical, and then we will see the conversion. So already we have seen a rectangular to cylindrical, cylindrical to rectangular, vice versa. Rectangular to cylindrical means there is one matrix which I show you. If you are converting cylindrical rectangular means you just need to take the transpose of that matrix, right? So LHS and RHS will change and the matrix will become transpose. Same way you can do. We'll do some problems, then it will be more clear. And then the conversion between rectangular to spherical, rectangular to cylindrical, cylindrical to spherical. So total all these things we'll do. Okay. So beginning from the last class where we stopped, let me take the pen. So we have seen in the last class, like you have the XYZ plane. Then you know the spherical coordinates means it will be r, theta, and phi. So this phi is same as that in the cylindrical coordinate. So no need of explanation. The phi, same phi here. And then theta is the angle made with the x-axis, and r is the radius. So, sorry, z-axis. So theta is the angle made by the radius vector r with the z-axis, and that will be theta. So we have seen up to there. Now we will see the differential elements. അതായത് ഈ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് നമ്മളിപ്പോൾ ഒരു സ്മോൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ സൈഡും എങ്ങനെ വരുമെന്ന് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ആർ ഡി ഫൈ ഡി എങ്ങനെയായിരുന്നു ഡി റോ റോ ഡി ഇസഡ് അങ്ങനെ നമ്മൾ എടുത്തില്ലേ റോ ഡി ഫൈ ഡി ആർ ഡി ഇസഡ് അതുപോലെ ഹിയർ ഓൾസോ യു വിൽ ഹാവ് സം ചേഞ്ചസ് അപ്പം ലിസൺ കെയർഫുള്ളി. So this is phi. Phi is the angle made by the radius vector rho with the x-axis. You have already studied. Then phi plus d phi. അതായത് ഒരു സ്മോൾ ചേഞ്ച് ഡി ഫൈ ആ ഒരു സ്ഫെറിക്കൽ എലമെന്റിൽ ഉള്ള ഒരു കർവ് നമ്മൾ എടുക്കുക. അപ്പം നമ്മുടെ ഉള്ള ഒരു സ്പിയർ ആണ്, ആ സ്പിയറിലുള്ള ഒരു കർവ് നമ്മൾ എടുത്തു. സോ അതിൽ അപ്പം ആ സ്പിയറിലുള്ള ഒരു പോയിന്റ് എടുത്തു, ആ സ്മോൾ ഏരിയയിലുള്ള ഒരു പോയിന്റ് എടുത്തു. അപ്പൊ ആ പോയിന്റ് ഉണ്ടാക്കുന്ന റോയും ആ പോയിന്റ് ഒറിജിനുമായിട്ടുള്ള റേഡിയസും ആ പോയിന്റുമായിട്ടുള്ള തീറ്റയും ദെൻ ആ പോയിന്റിന്റെ ആംഗിൾ ഫൈ ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സോ യു ഗോട്ട് ഇറ്റ് ആസ് ഡി ഫൈ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് ഇഫ് ദിസ് ഈസ് റോ, if this is rho then this will be rho d phi. അങ്ങനെയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, അങ്ങനെയൊക്കെ നമുക്കറിയാം, ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. ഓക്കെ, ഇനി നമ്മൾ റേഡിയസ്, അപ്പം ഈ ഫിഗറിൽ ഓരോന്നും വരുന്നത് കണ്ടോണേ. സോ ദിസ് ഈസ് ദ റേഡിയസ്. ദെൻ ആ റേഡിയസ് നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ റേഡിയസ് എന്ന് പറയുമ്പോൾ 0 to infinity. അപ്പം ആ സ്പിയർ നമ്മൾ ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ്, അതിലൊരു സ്മോൾ റേഡിയസ് എടുത്തു. സോ ഡി ആർ, ദാറ്റ് ഈസ് ആർ പ്ലസ് ഡി ആർ. സോ ഡി ആർ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ ഡി ആർ. ഓക്കെ, ഇത്രയുമാണ് ഡി ആർ, ഇത്രയുമാണ് ആർ. ഓക്കെ, ദിസ് ഈസ് ആർ ആൻഡ് ദിസ് ഈസ് ഡി ആർ. സോ ദാറ്റ് ഈസ് ആർ പ്ലസ് ഡി ആർ. അപ്പൊ നമ്മുടെ കയ്യിൽ ആറ് കിട്ടി, ഫൈവ് കിട്ടി, ഡി ആർ കിട്ടി, ഡി ഫൈവ് കിട്ടി. നൗ വി വാണ്ട് തീറ്റ. തീറ്റ ആൻഡ് ഡി തീറ്റയുടെ ചേഞ്ച് നമുക്ക് കാണണം. സോ ദിസ് ഈസ് തീറ്റ. തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ the radius vector r with the z axis, that is theta. Now we need d theta, a small change. So this is d theta. So theta plus d theta, they have marked it together, and this will be d theta. Ini there are certain things that you should know. So ഇതിലെ ഡിഫറൻഷ്യൽ എലമെന്റ്സ്, ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുപോലെ ഇവിടുത്തെ ഡിഫറൻഷ്യൽ എലമെന്റ്സിലും വ്യത്യാസമുണ്ട്. സോ ലിസൺ കെയർഫുള്ളി. ദിസ് ഈസ് ആർ സൈൻ തീറ്റ ഡി ഫൈവ്. ഒരു ഡിഫറൻഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആർ സൈൻ തീറ്റ ഡി ഫൈവ്. ഐ വിൽ ഷോ യു ഹൗ. ഈ ഒരു ആംഗിള് ദിസ് മച്ച് ഈസ് ആർ. ഓക്കെ, കാരണം ഈ ആരോ എനിക്ക് തോന്നുന്നു വളരെ ചെറുതാണ് അല്ലേ. സോ ഐ വിൽ ജസ്റ്റ്, കാരണം ഇത് വരച്ചു കഴിഞ്ഞാൽ ഫുള്ള് വൃത്തികേടാവും. So this നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Are you able to see the R which I am showing? I think it is in light yellow, somewhat yellow color. Is it visible? Yes, sir. Okay, so if this angle is R and this angle is theta, then even this much will be R sin theta. Alle? R sin theta. Is it clear? Sorry, that will not be r sin theta. That will be cos theta. Adjacent side means, yeah, that will be cos theta.
So this side, side r sin theta. If this is r, this is theta, adjacent side r cos theta. Opposite side r sin theta. Opposite side will be r sin theta. R sin. So that r sin theta along this angle d phi. This much will be r sin theta d phi. So that's one differential element, r sin theta d phi. Same arc by radius concept, r sin theta d phi. That is one side. And this much is r d phi. This is r, this is phi. So this much is r d phi. Okay, r d phi is this pink color. Okay, this pink color is r d phi. This pink color is r d phi. This much is r d phi. This is r sin theta d phi. Okay. See, so we have taken one side. So that will be r sin theta. In the sides, area means rand side multiply. We should get two elements, right? So r sin theta d phi r d theta. That's one differential element. This is one differential element. Clear r sin theta d phi r d theta clear. You should be able to visualize it. PPT explain clear r sin theta d phi side d phi angle. We have the angle d phi, right? Okay, I got a better explanation. R sin theta d phi clear. I have doubt. This clear. This clear. Hello. Okay. Okay, just mute you. This much is r and this is theta. That means this side is r sin theta. This r sin theta, according to parallelogram, this side will also be r sin theta. This side is r sin theta. This r sin theta, circumference is equal to arc by radius concept. You know, this rho mark when you are considering the entire sphere, that is radius only. This side is r sin theta d phi. Is it clear now? Hello? Yes, sir. Okay, fine. Okay. So this is okay. Now, the area is r sin theta d phi r d theta. That's one side. Then another differential element. This is the area. This is the sides. Roll number 48. Roll number 48 is the sides. This element. See, roll number 48. Are you there? Okay, sir. Okay, listen. This side this much is dr. Dr. Roll number 48 not okay. And this side this side r sin theta d phi. That's the area. Element. So what will be the area? R sin theta d phi into dr. R sin theta d phi into dr. Okay, very good. Okay, mute it. R sin theta d phi into dr. And the angle it will be the third direction the unit vector perpendicular normal third a theta area. Okay. Then we will talk about one more area. Okay. Backspace that is becoming red color. We consider area red color, and that area we took outside. Oh, okay. I will just rub this. 1 minute. Okay, that's inscribe so rub. Okay, anyhow, you just listen. So our element so here side element in here side this straight line. Okay, another full straight line.
So that will be r d theta dr. ശരിക്കും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് മറ്റേ രണ്ട് സൈഡ്സ് ആണ്. സോ ബാക്കിയുള്ള ഏതാ നോക്കിയാൽ മതി, r d theta dr. ആ കോമ്പിനേഷൻസ് നോക്കി നമുക്ക് പെട്ടെന്ന് പറയാം. ഓക്കെ, സോ r d theta dr. അപ്പോൾ ഇതിന്റെ ഒരു ബെറ്റർ ഫിഗർ നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. അപ്പം ഡിഫറൻഷ്യൽ ഏരിയ എടുത്തത് മനസ്സിലായോ? ഡിഫറൻഷ്യൽ ഏരിയ ആൻഡ് ഡിഫറൻഷ്യൽ ലെങ്ത്. അപ്പൊ ഡിഫറൻഷ്യൽ ലെങ്ത് ഏതൊക്കെയാണ്? dr, r d theta, r sin theta d phi. അങ്ങനെ 3 ഏരിയാസ്. അപ്പൊ അത് എങ്ങനെ കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. r d theta എങ്ങനെ കിട്ടുന്നത് ഇവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. Then r sin theta d phi ഞാൻ കാണിച്ചു തന്നു. This is the radius, this is angle theta, and opposite side is r sin theta. r sin theta നമുക്ക് താഴേക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു സ്പിയറിൽ പോയിന്റ് എവിടെ വേണമെങ്കിലും ആവാം. ആ പോയിന്റ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പ്രൊജക്ട് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ. അപ്പോൾ നമ്മൾ താഴെ നോക്കുമ്പോഴും അതും r sin theta തന്നെയാണ്. Then the angle is d phi. Then it is r sin theta d phi. അങ്ങനെയാണ് r sin theta d phi നമുക്ക് കിട്ടുന്നത്. Okay. Then all the different areas, dsr, d theta, and d phi. അങ്ങനെ നോക്കുമ്പോൾ there is r d theta, dr, phi. അങ്ങനെ ഓരോന്നും ഡിഫറെന്റ് ഏരിയാസ്. ക്ലിയർ ആണോ? ഇത്രയും ഡിഫറൻഷ്യൽ എലമെന്റ് ആൻഡ് ഡിഫറൻഷ്യൽ ഏരിയ. ഇസ് ഇറ്റ് ക്ലിയർ? Okay. So now we'll move ahead. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ തന്നെ that is the relation between Cartesian and spherical coordinates. ലാസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചത് തന്നെയാണ്. It's the same slide only. I have explained you, and then theta also I have shown. Theta will be cos inverse of z by root of x square plus y square plus z square. Same thing. Because ഇതിന്റെ നമ്മളൊരു പ്രോബ്ലം ചെയ്യും. We are going to do one problem on this. Okay. അത് x y z നെ നമ്മൾ സിലിണ്ടറിക്കലിലേക്ക് മാറ്റുകയാണ്. Rho theta phi means we are converting it to spherical. Okay, so we have already studied what is the Cartesian coordinate, we studied what is a cylindrical coordinate, and then we studied what is spherical coordinate. Now we'll study how to convert between them. അപ്പോൾ ഈ ഒരു ഫിഗർ ഇതുവരെ ഒന്നും ശ്രദ്ധിക്കാതിരുന്ന ആൾക്കാർ ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുള്ളൂ. just listen here. അപ്പം ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? I will start go in an order. ഇതാണ് നമ്മുടെ rectangular coordinate. This is rectangular അല്ലെങ്കിൽ Cartesian. So x y z ഇവിടെ ഉണ്ട്. അപ്പം സിലിണ്ടറിക്കൽ എന്ന് പറയുമ്പോൾ റോ ഫൈ z. ഇവിടെ ഒരു നൊട്ടേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. For us it is phi only. Rho phi and z. Forget about this notation. Okay. Then spherical means for us it is r theta phi. Okay. ഇതൊരു ടെക്സ്റ്റ് എടുത്താണ്. So it will go like that only. So അപ്പോൾ phi എന്താണ്? This is phi. And this is theta, this is r, everything you know. Then here also, this is the z axis. This is rho for us. This is not r. Our notation is rho. Rho phi z. For us, it is rho phi z. Theta we are using in spherical coordinates. So rho, this is phi. This is phi only for us. So rho phi z. Everything. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കാണിച്ചു. ഇനി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോയി. We are going to convert it from one coordinate to the another. We already studied how to convert it from ഏതാണ് നമ്മൾ പഠിച്ചത്? Cartesian to cylindrical and cylindrical to Cartesian നമ്മൾ പഠിച്ചു. There was one matrix. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. Then we'll do the next. Okay, ഇപ്പൊ ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? നമ്മൾ ഇത്രയും എന്താ പഠിച്ചതെന്നാണ് പറഞ്ഞത്. Is it clear? Okay, so everybody now do this problem. Convert the point P135. അപ്പോൾ ഈ P135 എന്നുള്ള പോയിന്റ് ഏത് കോർഡിനേറ്റിലാണ്? റോൾ നമ്പർ 55. റോൾ നമ്പർ 55. ഈ P135 ഏത് കോർഡിനേറ്റിലാണ്? Cartesian. So എന്തൊക്കെയാണ് കോർഡിനേറ്റ്സ്? So what is x, what is y, what is z? x1, y3, z5. Okay, now we need to convert it to spherical and cylindrical. Mute ചെയ്തോ. Spherical and cylindrical. So we need to convert it to r theta phi and rho phi z. Okay, start doing. P135 നെ spherical. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ it was a vector. ഒരു വെക്ടർ, അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള ഒരു വെക്ടറിനെ നമ്മൾ സ്ഫെറിക്കൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കലിലേക്ക് മാറ്റുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു മാട്രിക്സ് ചാർട്ടിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് എക്സ് വൈ ഇസഡ് ഉണ്ടെങ്കിൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. We are not bothered about the vector here. They haven't given any vector here. They are asking the corresponding points.
So cylindrical vanal rho namakku kandupidikkam. Rho is equal to root of x square plus y square. Z ennu parayunnathu 5 thanne aayirikkum. And z ennu paranjal 5 thanne aayirikkum. Sorry, 5 alla 5 thanne aayirikkum. And 5 will be tan inverse y by x. Angane ഓരോ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. Okay, ആദ്യം കണ്ടുപിടിക്കൂ. ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞു. So നിങ്ങൾ കണ്ടുപിടിക്കൂ. What are the cylindrical coordinates? Use the formula. First, find out what are the cylindrical coordinates. This is a very simple problem. Exam chance maybe 3 marks. Find the spherical coordinates. Sorry, cylindrical. And the formula. Roll number 58. What is rho? Roll number 58. What is rho? Roll number 58 absent or no? Okay, roll number 59. What is rho? Roll number 60. What is rho? Root of x square plus y square. Okay, rho is root of x square plus y square. So root of x and 1 square plus 3 square. That is 3.16. Okay, roll number 50. What is phi in case of cylindrical coordinates? Roll number 50. Okay, roll number 47. What is phi? Tan inverse y by x. Tan inverse y by x is equal to tan inverse y എത്രയാണ് 3/1. നിങ്ങൾ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് വെച്ചോളൂ. എക്സാം ടൈമിൽ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ തന്നെ ചെയ്തു പോവാ. 71.6 degree. And z will be z equal to 5. That is cylindrical. Now we'll go to spherical. Spherical coordinates. അപ്പം ഇപ്പൊ ഈ റോൾ നമ്പർ 58, 59 ഒക്കെ ഇപ്പൊ ഉത്തരം അറിയാമെങ്കിൽ you can say voluntarily. Okay. Okay, what is R? For spherical coordinates, what is R? Roll number 52. What is R for spherical coordinates? So R is 52. Don't cause the delay. Please talk first. Okay, what is R? X square plus y square plus z square is R. So that is root of 1 square plus 3 square plus 5 square. Sir, root of. Okay, fine, fine. Fine. Well, you tell me what is theta. What is the formula for theta? Okay, leave it. You keep it in mute. Roll number 53. What is theta? Okay, എന്തോ ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. Cos inverse. Cos inverse. Cos inverse. Cos inverse z by r. Okay. Okay, roll number 52 mute ചെയ്തോളൂ. Cos inverse 5 by r നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. So it is 5.42. That is 32.31 degree. So phi is equal to phi the same സാധനം തന്നെയാണ്. Phi is tan inverse y by x. That is tan inverse 3/1. That is 71.6 degree. Okay. So this problem is clear. Okay, just converting the corresponding coordinates. That's it. Yeah, this is the direct formula substitution. Is it clear? Clear on Yes, sir. Okay. Okay, so now we will move ahead to the conversion from cylindrical to rectangular to spherical coordinates. So I will just summarize what we have just studied from the slides. So this is x, y, z we have. So relation between Cartesian, cylindrical and spherical. Cartesian, cylindrical. Sorry, this is spherical, right? R theta phi, and this is rho phi. So this coordinate, this is our coordinates are correct only. Cartesian, spherical, cylindrical. Okay, see, this is r theta. So this is r sin theta. നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ടാവും.
ഒരു കോംപ്ലിക്കേറ്റഡ് ഫിഗർ അല്ലേ നേരത്തെ കാണിച്ചത്, കുറെ വരയും കുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോ ഫ്രം ഹിയർ ദിസ് മൈറ്റ് ബിക്കം ക്ലിയർ ഫോർ യു. ആർ സൈൻ തീറ്റ ആർ കോസ് തീറ്റ. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെയും വരിക. സോ അങ്ങനെയാണ് നമ്മൾ ഒരു ആർ സൈൻ തീറ്റയും റോയും ഒരുപോലെ വരും. അങ്ങനെയാണ് നമ്മൾ അതിനെ നമ്മൾ റിസോൾവ് ചെയ്ത് ആർ സൈൻ തീറ്റ ഡി ഫൈവ് എന്ന് എടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു ഡിഫറൻഷ്യൽ എലമെന്റ് ആർ സൈൻ തീറ്റ ഡി ഫൈവ് എന്ന് എടുത്തില്ലേ? ഇപ്പൊ അതൊന്നുകൂടെ ക്ലിയർ ആയോ? ദിസ് ആൻഡ് ദിസ് ഈസ് ബിക്കമിങ് ഈക്വൽ. From that figure it was not that much clear. Ipo okay ayo? Hello? Yes, sir. Okay, fine. So this is rho. This r sin theta ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇന്നലെ പറഞ്ഞാണ്. If this is r sin theta and this is phi, means this is r sin theta cos phi. Similarly, this will be r sin theta sin phi. R sin theta sin phi. This is becoming equal. അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്. അപ്പൊ ഇതിപ്പോ റോ ആണെങ്കിൽ this will be rho sin phi and this will be rho cos phi. നമ്മൾ സിലിണ്ടറിക്കൽ ടു കാർട്ടീഷ്യൻ പഠിച്ചപ്പോൾ പഠിച്ചത്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സെയിം റിലേഷൻഷിപ്പ് ആണ്. റൈറ്റ്? എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ സെയിം കാര്യം. എക്സ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ കോസ് ഫൈ, വൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ സൈൻ ഫൈ, ഇസഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഇത് നമ്മുടെ 7 days ബ്രേക്കിന് മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതായത് അല്ലേ? ഐ തിങ്ക് അതോ ഇന്നലെയാണോ? ഇത് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ? ഇപ്പോഴും ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. മനസ്സിലായോ ഇത് എങ്ങനെയാ വന്നതെന്ന്? 2 തവണ പ്രൊജക്ട് ചെയ്യണം. എക്സ് വൈ സെഡ് സ്പെറിക്കലിൽ വന്നത് ക്ലിയർ ആണോ? Okay. Because you need to know this. നിങ്ങൾ വെക്ടറിനെ ഒരു കോർഡിനേറ്റിലുള്ള വെക്ടറിനെ മറ്റൊരു കോർഡിനേറ്റിലേക്ക് മാറ്റുമ്പോൾ യു നീഡ് ടു നോ ദിസ് റിലേഷൻഷിപ്പ്. അപ്പം ഒരു പർട്ടിക്കുലർ കറസ്പോണ്ടിങ് പോയിന്റ്സ് മാറ്റുവാണെങ്കിൽ യു only need to know this equation. R is equal to root of x square plus y square plus z square and theta the same, because we already did a problem also, right? Okay, same thing again I have graphically represented here. You can study this also. Simple way of understanding spherical coordinates. Okay, this is the differential length which we have seen. Same thing I have explained by drawing. I have explained the spherical coordinate system r theta phi. Each coordinate is increased by a differential amount. Number dr, d theta, d phi ആയിട്ട് നമ്മൾ increase ചെയ്യുന്നു. Then the corresponding things we have projected. dr എന്ന് പറയുന്നത് differential length in r direction. r d theta will be differential length in theta direction. And r sin theta d phi will be differential length in phi direction. അതുകൊണ്ടാണ് നമുക്ക് ar cap ആ ഒരു ഡയറക്ഷൻ അങ്ങനെ വരുന്നത്. Because these things are in these particular directions. Then differential element നമ്മൾ അത് മൊത്തത്തിൽ എഴുതി, നമ്മൾ ഓരോ എലമെന്റ് ആയിട്ട് എഴുതിയത്. So differential element മൊത്തത്തിൽ എങ്ങനെ വരും? It will be dr ar plus r d theta a theta plus r sin theta d phi a phi. അല്ലേ? ഓക്കെ, നമ്മൾ അവിടെ പറയാത്തൊരു കാര്യം ഉണ്ടല്ലോ. വാട്ട് വിൽ ബി ദ ഡിഫറൻഷ്യൽ വോളിയം? സംബഡി പ്ലീസ് സേ. No roll number. Somebody please say what will be the differential volume. We talk about the length area. Then what will be the volume? എന്തായിരിക്കും വോളിയം? Mahima, what will be the volume? Hello? dr into r d theta into r sin theta d phi. So it will be r square sin theta dr d theta d phi. Okay. Okay, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി കണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായോ? Is it clear for everybody? Yes, sir. Okay. Okay. So the same thing which I have represented. So the volume is r square sin theta dr d theta d phi. The same thing which I have written. The volume and the differential areas. R square sin theta d theta d phi. R sin theta dr d phi. Then r dr d theta. The same thing I have explained to you.
Okay, now we will try to finish one conversion. Okay, one conversion which you can understand very easily. So I think I will go with rectangular to spherical. This derivation is also important. It is there in your model question paper. Please respond when I'm asking something. Rectangular to spherical. Rectangular to spherical. So same way we had done one derivation last time. So same way we'll go. A is equal to ax plus ay plus az. So we need to convert that to corresponding. So I'll write it small so that I can show you everything on one screen. And this will be a theta dot a theta plus a phi dot a phi. അതായത് എ വെക്ടറിനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം. എക്സ് കോർഡിനേറ്റ് ഉള്ളതിനെ നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റിലേക്ക് മാറ്റണം. ആർ തീറ്റ ഫൈ. സോ just like we have done in the last class, last conversion, what we do, we take the dot product or the scalar product. That is vector A dot AR is equal to എങ്ങനെ വരും? Vector A dot AR എങ്ങനെ വരും? What will be vector A dot AR? Roll number 46. How it will come? ax plus ay plus az dot ar. Then step by step ഓരോ സ്റ്റെപ്പ് എടുക്കണം. എങ്ങനെ വരും? ax into ax dot ar plus ay into ay dot ar plus az into az dot ar. കാര്യം മനസ്സിലാവുന്നുണ്ടോ? Are you following? Okay. A theta is equal to vector A dot A theta is equal to same way. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. This will be the same. ഇവിടുത്തെ തീറ്റ മാത്രം മാറും. സോ ഞാൻ ഡയറക്റ്റ് സ്റ്റെപ്പ് എഴുതുകയാണ്. ax will be ax dot a theta plus ay into ay dot a theta plus az into az dot a theta and r theta, and phi when it comes to a phi, vector A dot A phi is equal to ax into ax dot A phi plus ay into ax dot A phi plus az into az dot A phi. ഇത്രയും സ്റ്റെപ്സ് ക്ലിയർ ആണോ? Is it clear? Whatever I have written, is it clear for you? Yeah. Okay. So before showing you the explanation, I will just directly write down what comes in this matrix. Okay. കാരണം ഈ ഒരു സ്പേസിൽ എനിക്ക് ആ വെക്ടർ വരയ്ക്കാൻ പറ്റില്ല. സോ ഐ വിൽ ജസ്റ്റ് ഷോ ഇറ്റ്. അപ്പം നമ്മുടെ കയ്യിൽ AX ഉണ്ട്, AX AY. കാരണം നിങ്ങൾക്ക് കുറേയൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആണ്. കാരണം ഐ ഹാവ് ഷോൺ യു ഹൗ വി റിസോൾവ്. അപ്പം ഇത് AR, let's take another color, AR, A theta. You might be guessing. ഞാൻ ഇത്രയും സ്പേസ് വിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ സൈൻ തീറ്റ കോസ് തീറ്റ അങ്ങനെ ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ നമ്മൾ 2 തവണ പ്രൊജക്ട് ചെയ്യണം. ഐ ഓൾറെഡി ഷോഡ് യു അല്ലേ? കാരണം ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടേ. ഓക്കെ, സോ ദിസ് ഈസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് ഫൈ. Sin theta into cos phi, and this is cos theta into, just write down this, then I will take you to the figure. So note it down somewhere, then I will take you to the figure. This is sin phi
This is sin theta. So എന്താണ് ഐഡിയ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ we should know what it is. ax dot ar എന്താണ്? So ax dot ar എന്ന് വന്നു കഴിഞ്ഞാൽ it is sin theta cos phi. പിന്നെ നിങ്ങൾക്ക് തീറ്റയുടെയും ഫൈയുടെയും വാല്യൂ നിങ്ങൾക്ക് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? ആർ യു ഫോളോയിങ്? നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വി ഡോണ്ട് നോ വാട്ട് ഈസ് ax dot ar. അപ്പോൾ ax dot ar എന്താണെന്നുള്ളതിന്റെ ഉത്തരവാണ് ഈ കോളം ax. സോ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ ax dot ar എന്താണ്? ദാറ്റ് ഈസ് sin theta into cos phi. സോ തീറ്റ വാല്യൂ യു നോ root of x square plus y square plus തീറ്റ എന്ന് പറയുമ്പോൾ cos inverse z by r, phi എന്ന് പറയുമ്പോൾ tan inverse y by x. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഡൺ. യു വിൽ ഗെറ്റ് ഇറ്റ് കൺവേർട്ടഡ്. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? Only thing is you should remember this matrix. Hello, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയ ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഐ കനോട്ട് നോ വെദർ യു ആർ ഫോളോയിങ് ഓർ നോട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇനി ഈ മെട്രിക്സ് എങ്ങനെ വരുമെന്ന് I thought of drawing a new figure. Let me see whether I can show you in one. This e figure ഞാൻ കാണിക്കാം. I will show you. Oh, but it was better I write down here. അല്ലേ, ഞാൻ ആ മെട്രിക്സ് ഇവിടെ എഴുതിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. Okay, I will write down here also. Because ഈ ഒരു മൊഡ്യൂൾ according to me this is the most difficult area. So the same thing I'm writing down once more. Sorry for the inconvenience. Ax, ay, az, and this is ar, a theta, and a phi. I write down one by one, then you will understand. No? So, നമുക്ക് ഇതിൽ നിന്ന് കാണാം this is r, this is theta, this is phi, this is p. So ഈ ഒരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്, and that point is x, y, z. So ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് this will be ar, the unit vector here. You know that. ഫൈയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ this is a phi, the unit vector. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഒരു പോയിന്റിനെ നമ്മൾ ഈ പോയിന്റിനെ പ്രൊജക്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ I told you like if this is r, നേരത്തെ നമ്മൾ നന്നായിട്ട് വരച്ച് കണ്ട സാധനമാണ്. if this is r sin theta, അപ്പോൾ ഇത് r sin theta ആണെങ്കിൽ ഇതും r sin theta തന്നെ ആയിരിക്കും. this will be r sin theta. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏത് കോർഡിനേറ്റിൽ എത്തി? ഇത് ഏതാണ്? റോ. അപ്പൊ നമ്മൾ റോ എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് r sin theta cos phi. സോ അതാണ് ഇവിടെ വരുന്നത് r sin theta cos phi. കാരണം ഇവിടെ റോ ഇല്ല. സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ റോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. സോ അത് റേഡിയസ് തന്നെയാണ്. അവിടെ റേഡിയസ് റോ ആയിരുന്നു, ഇവിടുത്തെ റേഡിയസ് r ആണ്. സ്ഫെറിക്കൽ r ആണ്. അപ്പോൾ r-ൽ നിന്ന് റിലേഷൻ ബിറ്റ്വീൻ r കോർഡിനേറ്റ് ഇൻ സ്ഫെറിക്കൽ ആൻഡ് x കോർഡിനേറ്റ് ഇൻ കാർട്ടീഷ്യൻ എന്താണ്? sin theta cos phi. സോ sin theta, ഇവിടെ r ഇല്ല, sin theta cos phi. മനസ്സിലായോ? സിമിലർലി y വരുമ്പോൾ എങ്ങനെ വരും? sin theta sin phi. Sin theta sin phi. Very good. Sin theta sin phi. ഇനി then when it comes to theta, theta വരുമ്പോൾ എങ്ങനെ വരും? This is theta. Okay, to understand that better I need to draw one more. This is theta. ഇത് r sin theta. നമ്മൾ r sin theta എങ്ങോട്ടാണ്? z ലേക്കല്ലേ? ഇത് r ആണ്. z-ലേക്ക് പ്രൊജക്ട് ചെയ്യാൻ എന്താണ്? r cos theta. അപ്പൊ ഇവിടെ cos വരും അല്ലേ? This is r, this is theta, and we are projecting it to z axis, means it will be r cos theta here. അല്ലേ? cos തന്നെയല്ലേ നേരത്തെ വന്നിരുന്നത്? അതെ, അത് തന്നെ. വെരി ഗുഡ്. ഓക്കെ, then ax-ഉം a theta-യും ഇവിടെ എന്ത് വരും? നിങ്ങൾ ഈ ഫിഗർ നോക്കി പറഞ്ഞു, ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. എന്നാലും ഫിഗർ നോക്കിയെന്ന് പറയാൻ പറ്റും. നോക്കിയേ, ax and a theta. a theta എങ്ങനെയാ പോവാ? a theta എന്ന് പറയുമ്പോൾ ഇങ്ങനെ. അപ്പൊ ഈ a theta vector will be going like this. a theta will be going like that. So how you will resolve that? അതിനെ you should draw one more figure. കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആണ്. കാരണം ഇതെല്ലാം നിങ്ങൾ എഴുതേണ്ടി വരും കേട്ടോ. കാരണം 10 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. x, y, z ഇതാണ്. ഓക്കെ,
So ഇതാണ് നമ്മുടെ വെക്ടർ തീറ്റ. So this is തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ this will be 90 minus തീറ്റ. This will be തീറ്റ. അപ്പം ഈ ഒരു ആംഗിൾ ഞാൻ ഇതോടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാവേ. So this is a തീറ്റ. അങ്ങനെയാണെങ്കിൽ this is 90. അപ്പം ഇത് 90 minus, sorry, ഇത് 90 minus തീറ്റ. അപ്പൊ ഇത് 90 minus തീറ്റ ആണെങ്കിൽ this will be തീറ്റ. അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? Okay, so this will be theta, and അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ this will also be theta. നമ്മുടെ ബേസിക് ജോമെട്രി ആണ്. This will also be theta. അങ്ങനെയാണെങ്കിൽ ഇത് y ഡയറക്ഷൻ ആണ്, ഇത് y ഡയറക്ഷൻ ആണ്, താപ്പോട്ടുള്ളത് x ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ a തീറ്റ cos തീറ്റ ആയിരിക്കും ഇവിടെ. So theta in y direction, a theta cos theta sin phi കൂടെ വരും. അതുപോലെ തീറ്റ ഇൻ എക്സ് ഡയറക്ഷൻ എങ്ങനെ വരും? കോസ് തീറ്റ കോസ് ഫൈ. തീറ്റയെ നമ്മൾ എക്സ് ഡയറക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ ഇറ്റ് വിൽ ബി കോസ് തീറ്റ കോസ് ഫൈ, ആൻഡ് തീറ്റ ഇൻ ദ വൈ ഡയറക്ഷൻ വിൽ ബി കോസ് തീറ്റ സൈൻ ഫൈ. Cos theta sin phi. Then one more figure you should know. This is x, this is y, and you know this is phi. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത പോലെ തന്നെ this is 90 minus phi. അങ്ങനെയാകുമ്പോൾ നമ്മൾ phi എന്നുള്ളത് ഇവിടെ ആണ്, phi ഇങ്ങനെയാണ് മാറുന്നതെങ്കിലും I told you can represent it here also same way. വെക്ടർ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത പോലെ തന്നെ. അങ്ങനെയാകുമ്പോൾ ഇത് ഫൈ ആയിരിക്കും, നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത അതേ ഡെറിവേഷൻ. അപ്പൊ ഇത് എ ഫൈ ആയിരിക്കും, ഇത് വൈ ആയിരിക്കും. ദിസ് വിൽ ബി ഫൈ, ഫൈ ആണ്, ഇറ്റ്സ് നോട്ട് തീറ്റ. ദിസ് വിൽ ബി ഫൈ ഫൈ ആൻഡ് ദിസ് വിൽ ബി ഫൈ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഫൈ. അപ്പം ഇതെന്ന് പറയുന്നത് എ ഫൈ സൈൻ തീറ്റ ആൻഡ് ദിസ് ഈസ് എ ഫൈ കോസ് തീറ്റ. അപ്പൊ ഫൈയും എക്സും തമ്മിലുള്ള റിലേഷൻ, അതായത് നമ്മുടെ കാർട്ടീഷ്യൻ ആൻഡ് സിലിണ്ടറിക്കൽ ഉള്ള റിലേഷൻഷിപ്പ് തന്നെ മതി, കാരണം ദാറ്റ് സെയിം ഫൈ ഈസ് ഇൻ ദ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഓൾസോ. സോ ഇവിടെ എങ്ങനെ വരും? ഇപ്പം സൈൻ മുകളിലേക്കാണ് വന്നിരിക്കുന്നത്, ബട്ട് നമുക്ക് വേണ്ടത് താഴേക്കാണ്. സോ ഇറ്റ് വിൽ ബി മൈനസ് സൈൻ ഫൈ. നമ്മൾ നേരത്തെ കണ്ട അതേ കോൺസെപ്റ്റ്, മൈനസ് സൈൻ ഫൈ, സോറി മൈനസ് സൈൻ തീറ്റ, സോറി ഇവിടെയാണ് ഫൈ വരുന്നത്, മൈനസ് സൈൻ ഫൈ. ഇത് തീറ്റയും ഇസഡും അല്ലേ? ഇവിടെ മൈനസ് സൈൻ ഫൈ, ഹിയർ ഇറ്റ് വിൽ ബി കോസ് ഫൈ ആൻഡ് തീറ്റയും ഇസഡും. ഇവിടെ എന്ത് വരും? എ തീറ്റ ഡോട്ട് എ ഇസഡ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ അല്ലേ? സോ വാട്ട് ഇറ്റ് വിൽ ബി? 0. ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി മൈനസ് സൈൻ തീറ്റ. ഇറ്റ് വിൽ ബി മൈനസ് സൈൻ, കാരണം എ തീറ്റ ഇങ്ങനെയാണുള്ളത് ആൻഡ് ഇത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മൈനസ് സൈൻ തീറ്റ ഹിയർ. That's why it is minus sin theta. Okay. Derivation ഏകദേശം ക്ലിയർ ആയോ? അതോ ഞാൻ നിങ്ങൾ ഇതിന്റെ റെക്കോർഡിംഗ് കേട്ടിട്ട് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ? എനിക്ക് തോന്നുന്നു കുറച്ച് ചെറിയൊരു കൺഫ്യൂഷൻ വന്നെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് 10 മാർക്സിന് ചോദിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോയിന്റ്. അപ്പൊ നിങ്ങളത് ആദ്യം ഈ ഒരു ഫിഗർ വരച്ചിട്ട് ഓരോന്നൊക്കെ റിസോൾവ് ചെയ്ത് ഈ 3 ഫിഗറും വേണം. 10 മാർക്സ് എന്ന് പറയുമ്പോൾ ഈ 3 ഫിഗറും വേണം, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇന്ന പോലെ കൺവേർട്ട് ചെയ്തെല്ലാം എഴുതി ഈ ഒരു മെട്രിക്സിൽ നിങ്ങൾ ലാസ്റ്റ് എത്തണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ ഇതിനെ എ എക്സ് എ വൈ എ സെഡ് എഴുതിയിട്ട് അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ LHS RHS ആയിട്ട് എഴുതാൻ എളുപ്പമാണല്ലോ. സോ ഇത് ക്ലിയർ ആയോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ക്ലിയർ ആയോ? ഡെറിവേഷൻ, അതായത് സ്ഫെറിക്കൽ ടു റെക്ടാങ്കുലർ. ക്ലിയർ ആയോ? Spherical, rectangular and vice versa. Please respond. സൂരജിന് ക്ലിയർ ആയോ? ഹലോ, ഓക്കെ. അപ്പം ഈ ഓരോ പോയിന്റ് എഴുതുന്നത് എങ്ങനെയാണ് നോക്കുക. ഓക്കെ, ജുമാനയ്ക്ക് ക്ലിയർ ആയോ? ജുമാന? Okay, so some names I am remembering, I'm just asking. Okay. Anaga Girilal ne clear aaya?
ബാലഭാസ്കറിന് മനസ്സിലായത് എങ്ങനെയാ മാറ്റുന്നത്? ബാലഭാസ്കർ ഇല്ലേ? ഓക്കെ. അർജുൻ സുനിൽ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ ഒരു ഡെറിവേഷൻ ഇന്ന് തന്നെ അങ്ങ് തറവാക്കാം. നാളെ മറ്റന്നാളിന് അവധിയല്ലേ, അപ്പം ഹോളിഡേ അല്ലേ. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ സ്പെറിക്കൽ ടു റെക്ടാംഗിൾ, റെക്ടാംഗിൾ ടു സ്പെറിക്കൽ എക്സാമിനേഷന് ഷോർട്ട് ആണ്. സോ നിങ്ങളത് മനസ്സിലാക്കിയോളൂ. നിങ്ങൾ തന്നെ ഈ ഫിഗേഴ്സ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് വരച്ച് just make it clear. If you have any doubt, we will clear in the next class. Okay. So thank you for today. Yes, sir. Okay.